ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സംസ്ഥാനത്ത് പരസ്യ പ്രചാരണത്തിനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 38 സീറ്റുകളിലേക്കാണ് ജനവിധി തേടുന്നത്. ഒന്നാം ഘട്ടത്തിൽ 43 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നു. ഏറെ നിർണായകമായ മേഖലകൾ അടങ്ങിയതാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ JMM കോൺഗ്രസ് സഖ്യവും പ്രതിപക്ഷമായ BJP AJSU സഖ്യവും വളരെ പ്രതീക്ഷയോടെയാണ് വോട്ടെടുപ്പിനെ ഉറ്റുനോക്കുന്നതും. സന്താൾ പർഗാന മേഖലയിൽ നിന്നുമുള്ള നിർണായക സീറ്റുകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നതുകൂടി ഉൾപ്പെടുന്നുണ്ട്. ഇക്കുറി ആദിവാസി വിഭാഗത്തിന്റെ വോട്ടിനായി ഇരു മുന്നണികളും കഠിന പ്രയത്നം നടത്തിയത് ഈ മണ്ഡലങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ തവണ ഇവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ സഖ്യമായിരുന്നു. JMM കോൺഗ്രസ് പാർട്ടികൾ ഇവിടുത്തെ 14 മണ്ഡലങ്ങളും ജയിച്ചിരുന്നു. ഇക്കുറി പക്ഷേ BJP വലിയ പ്രതീക്ഷയിലാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന ഫലം വന്നതുകൊണ്ട് അത് ജാർഖണ്ഡിലും സംഭവിക്കും എന്നാണ് അവർ കരുതുന്നത്. എന്താണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി സംസ്ഥാനത്ത് BJPയുടെ പ്രകടനം എന്ന് പരിശോധിച്ചു നോക്കാം. നിലവിൽ ജാർഖണ്ഡ് ഭരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കീഴിലുള്ള JMM കോൺഗ്രസ് പാർട്ടികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJPക്ക് സംസ്ഥാനത്ത് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് സീറ്റ് നില വ്യക്തമാക്കുന്നു. എങ്കിൽ സംസ്ഥാനത്ത് വോട്ട് ശതമാനത്തിൽ അവർക്ക് കാര്യമായ മുന്നേറ്റം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 സംസ്ഥാനത്ത് BJPക്ക് നേടാൻ കഴിഞ്ഞത് 25 സീറ്റുകളാണ്. ദീർഘനാളായി സഖ്യകക്ഷിയായിരുന്ന AJSUവിനെ മാറ്റി നിർത്തി ഒറ്റയ്ക്കാണ് ഇവിടെ പാർട്ടി മത്സരിച്ചത്. അത് അവരുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. ഈ തെരഞ്ഞെടുപ്പിൽ JMM 30 സീറ്റുകൾ നേടി. കോൺഗ്രസ് RJD സീറ്റുകൾ കൂടി ചേർന്നതോടെ അവരുടെ ഭൂരിപക്ഷം 47 ഉയർന്നു. എന്നാൽ BJPയുടെ വോട്ട് വിഹിതം കൂടിയിരുന്നു. എങ്കിലും ഭരണം നിലനിർത്താമെന്ന അവരുടെ മോഹം അസ്ഥാനത്തായി. അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 സംസ്ഥാനത്തെ BJP വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. ആ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് 37 സീറ്റുകളാണ്. സഖ്യകക്ഷിയായ AJSUവിന്റെ 5 സീറ്റുകൾ കൂടി ചേർന്നതോടെ അവർ കേവല ഭൂരിപക്ഷം കടക്കുകയായിരുന്നു. ഇത്തവണ 2014 സമാനമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനായി ആദിവാസി വിഭാഗങ്ങളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളാണ് കൂടുതലായി നടത്തിയതെന്നും കാണാം. ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റം പോലെയുള്ള വിഷയങ്ങൾ പ്രാധാന്യത്തോടെ ഉയർത്തിക്കാട്ടാനുള്ള അവരുടെ ശ്രമവും ഇതിന്റെ ഭാഗമായിരുന്നു. സന്താൾ പർഗാന മേഖലയിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ എന്ന നിലയിൽ നിന്നും മുന്നേറിയാൽ BJPക്ക് അത് ഗുണമാകും. ഇനി അവർക്കതിന് കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്.